ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സന്ദീപ് ശശിധരൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ സന്ദർശനത്തിന് തുടക്കമായി. പശ്ചിമബംഗാളിൽ IIT ഖരഗ്പൂരിന്റെ 69ാമത് ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. സാമൂഹിക നീതിയും സമത്വവും പ്രോത്സാഹിപ്പിക്കാൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ അർഹരായ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്വിദിന സന്ദർശനത്തിനായി വാരണാസിയിലെത്തിയ പ്രധാനമന്ത്രി 20,000 കോടി രൂപയുടെ 37 വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് സുരക്ഷാ വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധം തുടർന്നു. സുരക്ഷാ ലംഘന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാജ്യസഭയിലും രംഗം വ്യത്യസ്തമായിരുന്നില്ല. ഇരുസഭകളും നാളെ 11 മണിക്ക് വീണ്ടും സമ്മേളിക്കും. ലോക്സഭയിൽ അച്ചടക്ക ലംഘനം നടത്തിയതിന് 30 പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങളെ ശീതകാല സമ്മേളനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇവരെ കൂടാതെ 3 പ്രതിപക്ഷ എംപിമാരെ പ്രിവിലേജ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനും ക്രമവിരുദ്ധമായി പെരുമാറിയതിനും 45 എംപിമാരെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ SFI പ്രതിഷേധങ്ങൾക്കിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ ശ്രീനാരായണ ഗുരു സെമിനാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം സംഘടിപ്പിച്ച SFI പ്രവർത്തകരെ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് സമീപം പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ പങ്കെടുത്ത സെമിനാർ വേദിയിലേക്ക് AISF സംഘടിപ്പിച്ച മാർച്ചിനു നേരെ പോലീസ് ലാത്തിച്ചാർജ്. നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുമെന്ന് AISF അറിയിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര നിർദ്ദേശം. കേരളത്തിൽ JN1 വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട് അനാവശ്യ ഭീതി സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. കോവിഡ് കേസുകളിൽ വർധനവ് കണ്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കൃത്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആശുപത്രികളിലുള്ള ഐസൊലേഷൻ വാർഡുകൾ, റൂമുകൾ, ഓക്സിജൻ കിടക്കകൾ, ICU കിടക്കകൾ, വെന്റിലേറ്ററുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നതായും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്ത് 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാതെയുള്ളവർക്ക് ബാങ്ക് അക്കൌണ്ട് വഴിയും തുക ലഭിക്കും. കേന്ദ്ര വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് പര്യടനം നടന്നു. കേരള സർക്കാരിന്റെ നവകേരള സദസ് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിലായാണ് ഇന്ന് സദസ്സുകൾ നടന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും. രാവിലെ 10 മണി മുതൽ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കും. പെരിയാർ നദിയുടെ ഇരുകരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ കെബർഹയിലെ സെന്റ് ജോർജ് പാർക്കിൽ നടക്കും. ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 4:30-നാണ് കളി ആരംഭിക്കുക. വയനാട് ജില്ലയിലെ വാകേരി, കല്ലൂർക്കുന്ന് പ്രദേശങ്ങളിൽ ഭീതി പരത്തിയ നരഭോജിക്കടുവ വനം വകുപ്പിന്റെ കൂട്ടിലായി. കഴിഞ്ഞ 9-ന് മൂടക്കൊല്ലി കൂടല്ലൂരിൽ യുവകർഷകൻ പ്രജീഷിനെ കൊലപ്പെടുത്തിയ തോട്ടത്തിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് കടുവ കുടുങ്ങിയത്. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. റെയിൽ, റോഡ് ഗതാഗത സേവനങ്ങളെ മഴ സാരമായി ബാധിച്ചു. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, വിരുദുനഗർ, തേനി ജില്ലകളിലാണ് കനത്ത മഴയിൽ ജനജീവിതം ദുസ്സഹമായത്. വിഷയം ചർച്ച ചെയ്യാൻ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്ടർമാരുടെ 65ാമത് യോഗം ഇന്ന് കെവാദിയയിൽ നടന്നു. RBI ഗവർണർ ശശികാന്ത ദാസിന്റെ അധ്യക്ഷതയിൽ ആഗോള ഭൌമരാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ യോഗം അവലോകനം ചെയ്തു. ഡെപ്യൂട്ടി ഗവർണർമാരും സെൻട്രൽ ബോർഡ് ഡയറക്ടർമാരും യോഗത്തിൽ പങ്കെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.